ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാവ്യ പറയുന്നുണ്ട്, ഇതെൻ്റെ തീരുമാനമാണ്. ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കി ആരും ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. അപ്പോഴേക്കും കാവ്യ ഇതിനെ സമ്മതിക്കില്ല എന്ന് ജയമോഹൻ പറയുമ്പോൾ, അമ്മക്ക് സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ സ്വത്തുക്കളും ഈ വീടും എല്ലാം എൻ്റെ പേരിലാണ്. ആർക്കൊക്കെ എൻ്റെ തീരുമാനത്തിനോട് താല്പര്യമില്ല, ആർക്കൊക്കെ ഇതിനെ യോജിപ്പില്ലെങ്കിൽ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, വാ കാവ്യ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കാവ്യനെ വിളിച്ചുകൊണ്ട് പോവാണ്. ശേഷം ജയമോഹനിക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. ജയമോഹൻ നീരജനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിനെ അങ്ങനെ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നീരജ പറയണ്ടേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ, ചേച്ചി തീരുമാനിച്ച തീരുമാനം തന്നെയാണ്, ഒരിക്കലും അത് മാറാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, എടി എങ്ങനെയെങ്കിലൊക്കെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അവളുണ്ടല്ലോ സുകന്യ, അവളുടെ നമ്പർ നിൻ്റെ കയ്യിലില്ലേ, അവളെ ഒന്ന് വിളിക്ക്, അവളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യപ്പെടാം എന്ന് ചോദിക്കുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് സുകന്യനെ വിളിക്കാട്ടോ നീരജ. ഹലോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് സുകന്യ വിളിക്കുമ്പോൾ സുകന്യ വണ്ടിയിലായിരിക്കും. സുകന്യ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം, ഹലോ ആരാ, ഞാനാ ചേച്ചി നീരജ. നീരജ പറ എന്താ നീരജ എന്ന് പറയുമ്പോൾ, ചേച്ചി ഒരു സംഭവമുണ്ട്, അത് ആ മണിക്കുട്ടീനുണ്ടല്ലോ, അത് കൃഷ്ണേട്ടനും കാവ്യേച്ചും ദത്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കാൻ പോവുക. ഈ കാവ്യയ്ക്ക് എന്താ വട്ടാണോ എന്ന് സുകന്യ ചോദിക്കുകയാണ്. അതേ ചേച്ചി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുവാണ്. അതിന് എന്തെങ്കിലുമൊക്കെ ചേച്ചിയുടെ ഹെൽപ്പ് വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചെന്ന് പറയുമ്പോൾ, എൻ്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്കുണ്ടാകും എന്ന് സുകന്യ പറയുവാണ്. അതിനുശേഷം ജയമോഹനി പറയുന്നുണ്ട്, ജയമോഹന് ഫോൺ മേടിക്കുന്നുണ്ട് നമ്മുടെ നീരജയുടെ കയ്യിൽ നിന്ന്. അതിനുശേഷം നീരജടുത്ത് ഇങ്ങനെ പറയുവാട്ടോ. ജയമോൻ പറയാണ്, എങ്ങനെയെങ്കിലും ആ മരണത്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം മോളെ എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മുത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കളിച്ചുകൊണ്ട്. മുത്ത് നോക്കുമ്പോൾ ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണത് മുത്ത് കേൾക്കുവാണ്. മുത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഒളിച്ചു നിൽക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ സുകന്യ പറയണ്ടേ, ഞാനൊരു കാര്യം പറയാം, അതുപോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ജയമോഹന് പറയണ്ടേ, എന്താ മോളെ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം എന്ന് പറയുവാണ്. ഞാനൊരു നമ്പർ തരാം, അതിൽ വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ, അതെന്താ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കുനുകുനാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മളൊന്ന് കേൾപ്പിക്കുന്നില്ല കേട്ടോ. ശരി മോളെ, അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ്. എങ്കിൽ ആ മണിക്കുട്ടി തന്നെ ശല്യം ഇന്നത്തോടെ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും എന്ന് സുകന്യ പറയുകയാണ്. സമാധാനം മോളെ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്ത് ഇതൊക്കെ കേട്ട് ആകെ വിഷമിക്കുക കേട്ടോ. ഈശ്വര, മണിക്കുട്ടിന് ഇവരെന്തോ ചെയ്യാൻ പോവാണല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്ത് അങ്ങോട്ടേക്ക് പോവുക. സുകന്യാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുക, അങ്ങനെ പാലക്കൽക്കാരെ എൻ്റെ വരയ്ക്കകത്ത് തന്നെ വരാൻ പോകുക എന്ന് പറയാണ്. ജയമോഹന് പറയണ്ടേ, എടി സുകന്യ എന്ന നമ്പറിലേക്ക് വിളിക്കടി എന്ന് പറഞ്ഞിട്ട് സുകന്യ തന്ന നമ്പറിൽ അവർ വിളിക്കുക കേട്ടോ. എന്നിട്ട് ജയമോഹന് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം എല്ലാം തന്നെ നമ്മുടെ മുത്ത് കേൾക്കുന്നുണ്ട്. മുത്ത് അപ്പം തന്നെ, ഈശ്വര, മണിക്കുട്ടിന് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള നീക്കമാണല്ലോ, എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് മുത്ത് വേഗം തന്നെ അകത്തേക്ക് ഓടിപ്പോവുക. ജയമോഹനി നീരജയെ മനസ്സിൽ വിചാരിക്കേണ്ട, ഇന്നത്തോടെ ആ ശല്യം തീരും എന്ന് വിചാരിക്കുകയാണ്. ആ സമയത്ത് മണിക്കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മുത്ത്, വാ മണിക്കുട്ടി, എഴുന്നേക്ക്, എന്താ മുത്ത്, എന്ത് പറ്റി ചോദിക്കുമ്പോൾ, അതെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് നീരജാൻ്റെ മുത്തശ്ശിയും കൂടിയിട്ട്, നീ എവിടെയെങ്കിലും പോയി ഒളിക്കുക എന്ന് പറയുവാണ്. എന്താ മുത്ത്, എന്താ കാര്യം ചോദിക്കുമ്പോൾ, അമ്മയും അച്ഛനും ഇവിടെ ഇല്ലല്ലോ, ആ തക്കത്തിന് നിന്നെ ആരൊക്കെയൊക്കെ പിടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉദ്ദേശം, ഫോണിൽ സംസാരിക്കണത് ഞാൻ കേട്ടതാ, നീ വേഗം ഔട്ട് ഹൗസിലെ ബാത്റൂമിൽ കയറി കഥ കടക്ക്, ആര് വന്ന് കുത്തി വിളിച്ചാലും നീ എഴുന്നേക്കരുത്, പോ എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുവാണ് കേട്ടോ മണിക്കുട്ടീനെ. അതിനുശേഷം മുത്ത് വേഗം തന്നെ അവിടെ പോയി ഇരിക്കുവാണ്. മണിക്കുട്ടി പഠിച്ച പോലെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജയമോഹിനി നീരജയും കൂടി വരുന്നുണ്ട്. എടി അവളെവിടെയാണ് മണിക്കുട്ടി? ഞാനൊന്നും കണ്ടില്ല. നീ കണ്ടില്ലെന്നോ? ചക്കരയും പീരയും പോലെയാണല്ലോ, എന്നിട്ട് അവളെ നീ കണ്ടില്ലേ? മുത്തശ്ശി, ഞാൻ പഠിക്കണത് കണ്ടില്ലേ, ശല്യപ്പെടുത്താതെ പോവാൻ നോക്കൊക്കെ എന്ന് പറയുകയാണ്. അവളെവിടെ തന്നെ ഉണ്ടാവും, വാ നീരജ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഔട്ട് ഹൗസിലേക്കൊക്കെ പോകുക കേട്ടോ. അതേസമയം നമ്മുടെ മുത്തും അവരുടെ പുറകെ തന്നെ, ഈശ്വര മണിക്കുട്ടിനെ കാത്തോളെന്ന് പറയാണ്. മണിക്കുട്ടി വേഗം തന്നെ ഔട്ട് ഹൗസിലേക്ക് പോകുവാണ്. ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ബാത്റൂമിൽ കയറി കഥ കിടക്കുന്നുണ്ട്. ഔട്ട് ഹൗസിലെ തൊട്ട് മുമ്പിൽ തന്നെ ഭരത്ത് നിന്നിട്ട് ഭയങ്കര ഫോമുളിയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്യണം, അതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആൾക്കാർ സംസാരിക്കുകയാണ്. ജയമോഹന് പറഞ്ഞിട്ട്, ഭരത്തെ ഫോം വെക്കടാ, എന്താ അമ്മ എന്താ കാര്യം? ആ മണിക്കുട്ടിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ അടിപൊളി പ്ലാൻ കിട്ടിയിട്ടുണ്ട്, അവൾ ഈ വീടിനുള്ളിൽ ഉണ്ടാവും, എങ്ങനെയൊക്കെ അവളെ പുറത്തിറക്കണമെന്ന് പറയാണ്. ശരി അമ്മേ, ഇതിനുള്ളിൽ ആരും ഇല്ലല്ലോ അമ്മേ, അവളെവിടെ പോയി എന്ന് പറയുവാണ്. അതേസമയം മുത്തു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മുത്തു പറയുന്നുണ്ട്, അവളിവിടെയൊന്നും ഇല്ല എന്ന് പറയാണ്. അവളിവിടെയൊന്നും ഇല്ലെന്നോ? അവളിവിടെയൊന്നും ഇല്ല എന്ന് പറയാണ്. പിന്നെ അവളെവിടെ പോയി? എനിക്കറിയില്ല എന്ന് മുത്തു പറയുന്നുണ്ട്. എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജയമോഹന് പറയുന്നുണ്ട്, പക്ഷേ എന്നാലും ആ പെൺകുച്ചിത എവിടെ പോയി എന്ന് പറയുവാണ്. അവളെ കുറച്ച് മുമ്പേ പുറത്തേക്ക് ഇറങ്ങി ഓടണത് ഞാൻ കണ്ടു എന്ന് മുത്തു പറയണേ. പുറത്തേക്ക് ഇറങ്ങി ഓടണമെന്നോ? എന്തിന്? അതൊന്നും എനിക്കറിയില്ല, അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയായിരുന്നു വീടിന് പുറത്തേക്ക് എന്ന് പറയുവാണ്. അങ്ങനെ ശരിയാവില്ല, ഇവൾ പറഞ്ഞാൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ടല്ലോ അവിടെ ഭരത്തെ എന്ന് ജയമോഹന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ നീരജ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. നീരജ വന്നതിന് ശേഷം പറയണ്ട, അമ്മേ ആ പെൺകുച്ചിനെ കിട്ടിയില്ലേ അമ്മേ എന്ന് പറയുമ്പോൾ,
ഇല്ലടി കിട്ടിയില്ല. ദേ മുത്ത് പറയണത് അവൾ പുറത്തേക്ക് എന്തോ ഓടിപ്പോയെന്നാണ് പറയണത്. ആണോ മുത്തേ, അവൾ പുറത്തേക്ക് ഓടിപ്പോയോ? ആ അതേന്നേ, പച്ച കള്ളമായിരിക്കും ഇവൾ പറയണത്. ഇവളെ മുഖം കണ്ടാലറിയാം കള്ളം പറയുവാണെന്ന്. നീരജ പറയുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൽ കൂടി പോയി നോക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ വാതിൽ അകത്തുനിന്ന് കതക് കുറ്റിയിട്ടേക്കണമെന്ന് നീരജ കാണുവാണ്. കണ്ടോ അമ്മേ, കതക് അകത്തുനിന്ന് പൂട്ടിയിട്ടേക്കുക. അവൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. എടി മുത്തേ, അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയല്ലേ, നല്ല നുണയടി, നീ നല്ല പെൺകൊച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തിനും ജയമോഹനും വഴക്ക് പറയുന്നുണ്ട്. ശേഷം എടി വാതിൽ തുറക്കടി എന്ന് ഭരത് കുറേ പ്രാവശ്യം കിടന്ന് കൊട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ മണിക്കുട്ടി മിണ്ടുന്നേ ഇല്ല കേട്ടോ. അതിനുശേഷം മുത്ത് പറയുന്നുണ്ട്, ദേ അവൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്ത് പറയാണ്. ആഹാ, അതിന് ആർക്ക് വേണ്ടി നിൻ്റെ സമ്മതം എന്ന് ജയമോഹന് പറയുവാണ്. ആ സമയത്ത് ജയമോഹന് പറയുന്നുണ്ട്, എടാ ഭരത്തെ ഇവൾ അടിച്ച് ശരിപ്പെടുത്തറ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഭരത്ത്, ആ ശരി ഇവളടിക്കാം, എടി മുത്തേ ഇങ്ങോട്ട് വാടി, നിന്നെ ഞാൻ അടിച്ച് ഇന്ന് ശരിപ്പെടുത്തോടി എന്നൊക്കെ ഒച്ചത്തിൽ സംസാരിക്കുക കേട്ടോ, കാരണം മണിക്കുട്ടിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മുത്ത്, എന്താ മാമി കാണിക്കണത്, മാറെന്ന് പറയുമ്പോൾ ശരിക്കും ഭരത്ത് അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും എന്നെ അടിക്കല്ലേ, ഞാൻ അച്ഛനമ്മടുത്ത് പറഞ്ഞു കൊടുക്കും കേട്ടോ എന്നൊക്കെ മുത്ത് പറയുന്നുണ്ട്. പക്ഷെ മുത്തിനെ അടിക്കണം പോണ പോലെ കൈ പിടിച്ച് തിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഭരത്ത്. ആ സമയത്ത് മുത്ത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മണിക്കുട്ടി, അയ്യോ വേണ്ട ഞാൻ വന്നോളാം, മുത്തിനൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, മണിക്കുട്ടി നീ ഇറങ്ങാൻ നിൽക്കല്ലേ, അവിടെ തന്നെ നിൽക്ക്, അച്ഛനും അമ്മ എപ്പോൾ വരും അതുവരെ നീ അവിടെ തന്നെ നിൽക്കുമെന്ന് പറയുവാണ്. പക്ഷേ നമ്മുടെ മുത്തിനെ അടിക്കുന്നത് കൊണ്ട് മണിക്കുട്ടി വേഗം തന്നെ പുറത്തേക്ക് ചാടി വരുവാണ്. ആ സമയത്ത് ജയമോഹനും നീരജയും കൂടി മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുക കേട്ടോ. വാ നമുക്ക് ഇവിടെയും കൊണ്ട് പോവാം, എടാ ഭരത്തെ അവളെങ്ങാനും ഇവിടെ കുറ്റിട്ടിട്ട് വാടാ എന്ന് പറയുവാണ്. മണിക്കുട്ടിനെ കൊണ്ടുപോലെന്ന് പറഞ്ഞ് മുത്ത് കരയുന്നുണ്ട്. ആ സമയത്ത് മുത്തിനെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടതിന് ശേഷം മണിക്കുട്ടീനെ കൂട്ടിക്കൊണ്ട് ഭരത്തും നീരജയും ജയമോഹനും പുറത്തേക്ക് പോകുക കേട്ടോ. എന്നിട്ട് മുത്തിനെ ആ ഔട്ട് ഹൗസിൽ ലോക്കിടുവാണ്, പുറത്തുനിന്ന് ലോക്കിട്ട് പോവാണ് ഭരത്ത്. മുത്ത് കുറേ പ്രാവശ്യം കരയുന്നുണ്ട്, വാതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ആരും തന്നെ വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ അവർ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. മുത്താണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ടീച്ചർ എന്തു ചെയ്യും, ഫോണും ഇല്ലല്ലോ കയ്യിൽ അമ്മേനെ അച്ഛനെ വിളിക്കാനായിട്ട്. മണിക്കുട്ടിനെ കൊണ്ടുപോകല്ലേ മുത്തശ്ശി, ഞാൻ പറയണമെന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ആരും തന്നെ അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല. അങ്ങനെ മുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരത്തും നീരജ ജയമോഹനെയും മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകുവാട്ടോ. എന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ പരലോകത്തേക്കാടി എന്ന് നീരജ പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോകല്ലേ, ഞാൻ പാത്രങ്ങളും പണികളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ, പിന്നെ പാലക്കൽ തറവാട് നിൻ്റെ അമ്മയുടെ തറവാടല്ലേ എന്നൊക്കെ പറഞ്ഞ് ജയമോഹനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മുത്തിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് മുത്തും ആകെ വിഷമിച്ചിരിക്കുക. ടീച്ചർ മണിക്കുട്ടിനെ അവർ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവാം, മണിക്കുട്ടിനെ ഇനി എങ്ങനെ കാണും, അമ്മയും അച്ഛനും വരുമ്പോൾ ഞാൻ എന്ത് പറയും, മണിക്കുട്ടിനെ എനിക്ക് കാണാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ സുകന്യാണെങ്കിൽ ആരുടെയൊക്കെ സംസാരിക്കുക കേട്ടോ ഫോണിൽ. അങ്ങനെ പാലക്കൽ തറവാട്ടുകാർ എൻ്റെ വരുതിയിലായി. കാവേരിയും കൃഷ്ണയുടെ മുമ്പിൽ ഞാൻ അവരുടെ വിശ്വസ്തയാണ്, ജയമോഹനുടെ ഭരത്തിൻ്റെ നീരജിൻ്റെ മുമ്പിൽ അവരുടെ വിശ്വസ്തയോ. നോക്കിക്കോ, എല്ലാവരും തമ്മിൽ തല്ലിപ്പിച്ച് ഞാൻ കൊല്ലും, എൻ്റെ അച്ഛൻ്റെ കണ്ണീര് വീണ തറവാടാ അത്, നോക്കിക്കോ എല്ലാവരും നാല് വഴിക്കാക്കും ഞാൻ എന്നൊക്കെ പറയുവാട്ടോ ആരുടെയൊക്കെ എടുത്ത ഫോണിൽ. അതിനുശേഷം മണിക്കുട്ടിനും കൂട്ടിക്കൂട്ട് ഒരു ഓർഫണേജിലേക്കാണ് ഇവർ വരുന്നത്. ഓർഫണേജിലെത്തുമ്പോഴേക്കും മണിക്കുട്ടിനെ പുറത്തിറക്കുന്നുണ്ട്. ദേ ഇനി ഇതാണ് നിൻ്റെ സ്ഥലം എന്ന് ജയമോഹൻ പറയുമ്പോൾ, ഇത് ഏതാ സ്ഥലം, ഇത് ഓർഫണേജ്, അനാഥാലയം, അയ്യോ എനിക്ക് അനാഥാലയത്തിൽ നിൽക്കണ്ട എന്ന് മണിക്കുട്ടി കരയുമ്പോൾ, പിന്നെ നീ ഇവിടെ നിന്നാൽ മതി, അച്ഛനും അമ്മയും ഇല്ലാത്തവർക്കൊക്കെ നിൽക്കാൻ പറ്റിയ സ്ഥലമോ അനാഥാലയം. ആ സമയത്ത് ഭരത് പറയുന്നുണ്ട്, എടി ഇവിടെ നല്ല ഫുഡൊക്കെ ആയിട്ട് ബിരിയാണിയും കടിയും എല്ലാം ഉണ്ട്, നിനക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ, മുത്തശ്ശി എന്നെയും കൂടി കൊണ്ടുപോകും മുത്തശ്ശി വീട്ടിലേക്ക്, എനിക്കിവിടെ നിൽക്കേണ്ട മുത്തശ്ശി എന്നൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.